അല്ല, ഇവിടെ റൂട്ട് ഡോക്ടർ ഗോപന് അറിയുമെങ്കിൽ അദ്ദേഹം അത് അന്വേഷണ സംഘത്തിന് കൈമാറണം. സോണിയാഗാന്ധിയുടെ ഓഫീസ്, സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിൽ പോറ്റിയെ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പങ്കാളിയാണെങ്കിൽ ഈ ഗോപൻ്റെയോ ഗോപൻ്റെ പാർട്ടിയുടെയോ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് ആവശ്യമില്ലാന്നേ. ഞങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമല്ലേ. സംസ്ഥാനത്തിൽ അധികാരത്തിൽ ഞങ്ങളില്ല. സംഘപരിവാർ ഭരണകൂടം ഞങ്ങളോട്, പിണറായി വിജയൻ്റെ സർക്കാരിനോട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു സൗമനസ്യവും ഒരിക്കലും കാണിക്കുകയുമില്ല. അപ്പോൾ രണ്ട് അന്വേഷണ ഏജൻസികൾ ഉള്ളത് കോൺഗ്രസ്സിന് ഒരു പങ്കാളിത്തവും ഇല്ലാത്തതാണ്. ഈ CPM-ൻ്റെ പ്രതിനിധികൾ ശ്രീ ഗോപൻ ഉൾപ്പെടെ ഇവിടെ നിരന്തരം പറയുന്ന കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് കൊടുക്കണം. കോൺഗ്രസ് നേതാക്കൾ ചെയ്തതുപോലെ അന്വേഷണ സംഘത്തിന് കൊടുക്കാം. കോടതിയിൽ മാനനഷ്ട കേസിനെ അവർക്ക് അഭിമുഖീകരിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നിരന്തരം ചർച്ചകൾ കയറി ഇവർ പറയല്ലേ. സോണിയാഗാന്ധി ഒരാളെ കണ്ടിട്ടുണ്ടാവുന്നേ, അതിനെന്താ കുഴപ്പം? ഇവിടെ പ്രശ്നം എന്താ? ഇവർക്ക് ഉന്നയിക്കാവുന്ന പ്രശ്നം എന്താ? ഈ ക്രൈമിൽ, ഈ കുറ്റകൃത്യത്തിൽ പോറ്റിയെ ഏതെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ സഹായിച്ചിട്ടുണ്ടോ? കുറ്റകരമായ പങ്കാളിത്തമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു കൊടുക്കട്ടെന്നേ. ഇവിടെ ഇവരെന്തൊക്കെ ആവർത്തിച്ച് പറഞ്ഞാൽ എന്താ വസ്തുത? ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ജയിലിലുണ്ടെങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജയിലിലുണ്ടെങ്കിൽ അത് CPM-ൻ്റെ അല്ലേ? മറ്റുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നതല്ലേ? ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി ആരാണ് ജയിലിൽ കിടക്കുന്നത്? പത്മകുമാർ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനാണോ? CPM-ൻ്റെ ഉന്നതനായ നേതാവ്. ആ പത്മകുമാറിനെ ഇതുവരെയും അദ്ദേഹം തള്ളി പറയുന്നില്ല. ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട് SIT-യുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. അതേ SIT തന്നെയല്ലേ പത്മകുമാറിനെ ജയിലിലാക്കിയിട്ടുള്ളത്? എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ കോടതി വ്യവഹാരങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ജാമ്യം എന്ന് പറയുന്നത് ഏതൊരാൾക്കും കൊടുക്കുന്നത് സാമാന്യ നീതിയാണ്. പക്ഷേ ആ കോടതികൾ തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്നു. എന്ത് പറഞ്ഞിട്ടാണ് ജാമ്യം നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നത്? ഇയാൾ തെളിവുകൾ നശിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിൽ പ്രബലനാണെന്നും നിലനിൽക്കുന്ന സംവിധാനത്തെ സ്വാധീനിക്കാൻ ശക്തിയുള്ളതും ആണ് എന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ആ നിലനിൽക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് CPM-ൻ്റെയാണ്. ഇവിടെ CPM-ൻ്റെ സംരക്ഷണയിലാണെന്ന് ഇപ്പോഴും പത്മകുമാർ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇത് സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം തെളിയിക്കപ്പെട്ടേ ഞങ്ങൾ പുറത്താക്കൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഈ നിമിഷവും CPM-ൻ്റെ പ്രതിനിധികൾ ഗോപൻ ഉൾപ്പെടെ ചർച്ചയ്ക്ക് പോകുന്ന ഈ വിഷയത്തിൽ CPM-ൻ്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുകയാണ് ഈ പറയുന്ന പത്മകുമാർ. CPM-ൻ്റെ ഭാഗമാണ്, CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഇരിക്കുകയാണ്. അപ്പോൾ അതല്ലേ ഉത്തരം പറയേണ്ടത്? ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, സോണിയാഗാന്ധിക്ക് CPM-ൻ്റെ ഒരു സൗമനസ്യവും വേണ്ട, സോണിയാഗാന്ധിക്ക് സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഒരു സൗമനസ്യവും വേണ്ട. എന്തെങ്കിലും സോണിയാഗാന്ധിക്കോ അവരുടെ ഓഫീസിനോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനോ പങ്കുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിയെ ധരിപ്പിക്കുന്നേ. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് നേതാക്കന്മാർ എന്താ ചെയ്യുന്നത്? വെറുതെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ലല്ലോ. SIT-യെ സമീപിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ വളരെ കൃത്യമായി പൊതുജനമധ്യത്തിൽ ഒരു കാര്യം ഉന്നയിക്കുന്നു. കടകംപള്ളി മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു. ഞങ്ങളതിനെ കോടതിയിൽ അഭിമുഖീകരിക്കുന്നു. 16 രേഖകൾ കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കി. കടകംപള്ളിയുടെ അഭിഭാഷകൻ എന്താ പറഞ്ഞത്? 2ാമത്തെ സിറ്റിംഗിൽ അദ്ദേഹം ഹാജരായില്ല. 4ാമത്തെ സിറ്റിംഗിൽ ഹാജരായി സമയം കൂടുതൽ ചോദിച്ചു. ഡിഫാമേഷൻ നിലനിൽക്കാനുള്ള ഉപോത്ബലകമായ തെളിവുകൾ ഇതുവരെ ഹാജരാക്കാൻ കടകംപള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ കാര്യങ്ങൾ രേഖകൾ ഹാജരാക്കിയിരിക്കുക. അപ്പോൾ ഇവർ പുറത്ത് പ്രചരിപ്പിക്കുന്നത് എന്താ? കടകംപള്ളിക്കെതിരെ കേസ് കൊടുത്തു, കടകംപള്ളി കേസ് കൊടുത്തു, ഇതുവരെ പ്രതിപക്ഷ നേതാവിന് അതിനകത്ത് രേഖകൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. വസ്തുത എന്താ? 16 രേഖകൾ അക്കമിട്ട് കോടതിയിൽ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കിയിരിക്കുക. കടകംപള്ളിക്ക് ഇപ്പോഴും മതിയായ രേഖകൾ, എനിക്ക് മാനനഷ്ടം സംഭവിച്ചു എന്ന് തെളിയിക്കേണ്ട രേഖകൾ പരാതിക്കാരനായ കടകംപള്ളിക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല കൊടുത്ത രേഖകളുടെ കാര്യത്തിലല്ല ഇപ്പൊ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തല അത്ര ഒരു ആരോപണം ഉന്നയിച്ചപ്പോ, രമേശ് ചെന്നിത്തല കൊടുത്ത രേഖ കൊടുത്തപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തുകൊണ്ട് അതൊരു പൊതുജന മധ്യത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് അന്വേഷണ സംഘത്തെ സമീപിച്ചു. അന്വേഷണ സംഘത്തെ സമീപിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? എനിക്ക് എൻ്റെ അറിവിൽ ഇത്തരം കാര്യങ്ങളുണ്ട്, എനിക്ക് ഇത്തരം ഇൻഫോർമേഷൻ ഉണ്ട്, നിങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല കൊടുത്തതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളല്ല പിന്നീട് തെളിയിക്കപ്പെട്ടത്. ഈ അന്വേഷണം ആ നിലയ്ക്ക് മുന്നോട്ട് പോയില്ലേ? ഇവിടെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇതേ നില
ഇതേ പൊസിഷൻ CPM സ്വീകരിക്കണം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ചർച്ചയ്ക്ക് വന്ന് ഗോപനെ പോലുള്ള ആളുകൾ സോണിയാഗാന്ധി 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 എന്ന് രാമനാമം ജപിക്കുന്നത് പോലെ പറയുന്നതിന് പകരം കൃത്യമായി അവർക്ക് അറിവുള്ള ബോധ്യമുള്ള കാര്യങ്ങൾ ഈ ബെല്ലാരി എന്ന് പറയുന്നു, അത് എന്ന് പറയുന്നു, ഇങ്ങനെ ദുരൂഹത സൃഷ്ടിക്കുന്നതിന് പകരം ഞങ്ങൾ അനുവർത്തിച്ച ഒരു മാതൃക ഇവിടെ ഉണ്ടല്ലോ. SIT സമീപിക്കാമെങ്കിൽ SIT സമീപിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ കോടതിയെ സമീപിക്കാമെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇവിടെ കൃത്യമായി ഇവരത് ചെയ്യട്ടെന്നേ. ഞങ്ങളല്ലേ നിയമപരമായി നീങ്ങുന്നത് ഈ കേസിനകത്ത്. ഇപ്പോഴും ഇതിനകത്ത് കുറ്റം ചെയ്ത ആൾക്ക് രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഇവർക്ക് പറയാൻ എന്താ കഴിയുന്നത്? പിന്നെ ഇപ്പോഴും ഇറ്റാലിയൻ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ സംഘപരിവാർ സൃഷ്ടിച്ച ഒരു നരേറ്റീവിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിന്തുടർന്ന് ഞങ്ങൾക്ക് അത്ഭുതമില്ലെന്നേ. സംഘപരിവാറിന്റെ ഭാഷയിൽ ഇവർ സംസാരിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു കാര്യം ഞാൻ അജിംസിനോട് പറയാം. ഇവിടെ ഇത്തരം ഒരു ആരോപണത്തിന്റെ അതിൽ കടുകിന്റെ അത്ര ആരോപണം ഉണ്ടെങ്കിൽ, ഞങ്ങളെ സോണിയാഗാന്ധിക്കെതിരെ ഒരു കേസുണ്ടെങ്കിൽ സംഘപരിവാർ ഭരിക്കുന്ന കേന്ദ്ര ഭരണകൂടം ഞങ്ങളെ വെറുതെ വിടുമോ എന്ന സംശയം അതിനകത്തുള്ളത്. കേന്ദ്ര ഏജൻസി പറഞ്ഞെത്തില്ലേ? പിണറായി വിജയനോട് കാണിക്കുന്ന സൗമനസ്യം, പിണറായി വിജയന്റെ കാര്യത്തിൽ വരില്ലേ? പോറ്റി അവിടെ കൊണ്ടുപോയത് ആര് എന്നാണ്. പോറ്റി അവിടെ കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ബന്ധം വേണമല്ലോ. അതിന് ആന്റോ അഗസ്റ്റിനും അടൂർ പ്രകാശും മറുപടി പറയണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പോറ്റി എന്ന് പറയുന്നത് ശബരിമല പോലുള്ള സ്ഥലത്ത് പെരുമാറിയിരുന്ന ഒരാൾ. അയാൾ എങ്ങനെയോ ആകട്ടെ, അവിടെ നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായി പല ആളുകളും ശബരിമല പോലൊരു സ്ഥലത്ത് ദർശനം നടത്താൻ വരുന്നു, ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്രൈം ഉണ്ടോ എന്നുള്ളതല്ലേ ഞാൻ തുടക്കം മുതലേ ചോദിക്കുന്നത്. ഇത്തരം ഒരാൾക്ക് ഈ പറയുന്ന ക്ഷേത്രവിശ്വാസികളായ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് അവരുടെ അടുത്ത് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ട് വരുമോ? ഇവിടെ ഇതിന് എന്താ പ്രശ്നം? പോറ്റി ആരൊക്കെ കണ്ടു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. പോറ്റി ആരെ സന്ദർശിച്ചു പിണറായി വിജയനോടൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് AI ജനറേറ്റർ ആണെന്ന് CPM പറയുന്നു. ഇപ്പൊ കേസെടുത്തിരിക്കുന്നു.